നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് പലർക്കും വാഹനം ഓടിക്കാൻ അങ്ങനെ അറിയുന്നതിന് കറക്റ്റായിട്ട് ബ്രേക്കിൽ എങ്ങനെയാണ് കാല് വെക്കേണ്ടതെന്ന് അറിയത്തില്ല, എങ്ങനെയാണ് കറക്റ്റായിട്ട് ചവിട്ടുന്നത് അറിയത്തില്ല, സ്മൂത്തായിട്ട് കറക്റ്റായിട്ട് ചവിട്ടുന്ന എങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയുടെ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്കും കറക്റ്റായിട്ട് സിമ്പിളായിട്ടൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബ്രേക്കിൽ കാല് വെക്കാൻ അറിയത്തില്ല, എങ്ങനെയാണ് കറക്റ്റായിട്ട് ചവിട്ടേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ, എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് ഒരു വാഹനം നിർത്തേണ്ടതെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറക്കാതെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, വാഹനം ഓടിക്കാൻ പേടിയാണ്, ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വന്ന് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഞാൻ പ്രാക്ടീസ് നൽകുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്കിന്റെ ആവശ്യങ്ങൾ പലപ്പോഴായിട്ടുണ്ട്. നമുക്ക് ബ്രേക്കിന്റെ ആവശ്യമുണ്ട്. അപ്പം ചില സമയങ്ങളിൽ വാഹനം നിർത്തുന്നത് കറക്റ്റായിട്ട് നിർത്തുന്നുണ്ട്, അതായത് വലിയ ജെർക്കിംഗ് ഇല്ലാതെ വാഹനം നിർത്തുന്നുണ്ട്. ചില സമയങ്ങളിലാണെങ്കിൽ ഭയങ്കര ജെർക്കിങ്ങോട് കൂടിയാണ് നിർത്തുന്നത്. ചില സമയത്ത് ചവിട്ടുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കാലിരിക്കാത്തതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പലപ്പോഴായിട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട്. കാരണം ഇതിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിക്കാൻ ചെല്ലുന്നവർക്കെല്ലാം കറക്റ്റായിട്ട് ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ചവിട്ടിയിട്ടില്ല, ഞങ്ങൾ ഈ ഒരു രീതിയിലൊക്കെയാണ് ഞങ്ങൾ കാല് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ രീതി ഞങ്ങൾ ആദ്യമായിട്ടാണ്. ഇപ്പം ഞങ്ങൾക്ക് സ്മൂത്ത് ആകുന്നുണ്ട്, ചവിട്ടിയിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, പേടിക്കാതെ ചവിട്ടാൻ പറ്റുന്നുണ്ട്. മറ്റേ നമ്മൾ പേടിച്ച് ഒരു വണ്ടി നിർത്തുന്നതുകൊണ്ട് നമ്മൾ ആദ്യം അഡ്വാൻസ് തന്നെ കാലങ്ങ് വെച്ച് പോകും, ചവിട്ടുന്ന കൂട്ടത്തിൽ ജെർക്കിങ് ആയി പോകും. ഇപ്പം ഞങ്ങൾ കറക്റ്റായിട്ട് ഒരു വണ്ടിയുടെ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട്, നമുക്ക് ഇവിടെ വരുമ്പം ബ്രേക്ക് ചവിട്ടിയാൽ മതി, കാല് കറക്റ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട് എന്ന് പറയാനിടയായി. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പം പലർക്കും ഇത് അറിയത്തില്ല, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് കറക്റ്റായിട്ട് കാല് വെച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഉപ്പൂറ്റി നമ്മുടെ കാലിൽ എന്ത് ചെയ്യുക, ബ്രേക്കിൻ്റെ കാല് നമ്മുടെ ഉപ്പൂറ്റി നമ്മുടെ താഴെ ഉറപ്പിച്ചുകൊണ്ട് ബ്രേക്കിൽ ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, കാല് വയ്ക്കാൻ. അല്ലാതെ നിങ്ങൾ ഈ ഉപ്പൂറ്റി പൊക്കി പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, ഇങ്ങനെ ബ്രേക്ക് ചവിട്ടുക. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് എത്രയും കൊടുക്കണം അറിയില്ല. കാരണം ഇത്രയും ബ്രേക്ക് ഫുള്ളായിട്ടുള്ളത് കൊണ്ട് എന്ത് ചെയ്യും, പലരും എന്ത് ചെയ്യും, ഈ എഴുത്തങ്ങ് ചവിട്ടും, അത്രയും ബ്രേക്ക് ചവിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അത്രയൊന്നും വേണ്ട. നമുക്കൊരു 2-3 പേപ്പർ, അതായത് നമുക്ക് എല്ലാത്തിനും പ്ലേ ഉണ്ട്. ക്ലച്ചിനായാലും ബ്രേക്കിനായാലും ആക്സിലേറ്ററിനായാലും സ്റ്റിയറിങ്ങിലായാലും ഗിയറിനായാലും എല്ലാത്തിനും ഉണ്ട്. നമ്മുടെ ഒരു വാഹനം ഓടിക്കുന്ന സാധനത്തിന് എല്ലാത്തിനും പ്ലേ ഉണ്ട്. അപ്പം ബ്രേക്കിന് ഒരു പ്ലേ ഉണ്ട്. അതായത് നമുക്ക് തന്നെ ചവിട്ടും പറയും. ഇങ്ങനെ ചവിട്ടുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യുന്നു, താഴോട്ട് പെട്ടെന്ന് പോകുന്നുണ്ട്. താഴെ ചെന്ന് മുറുകി നിന്നാൽ മതി, ബ്രേക്ക് ആകും. അപ്പം ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 2-3 പേപ്പർ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ ബ്രേക്കിലൊന്ന് ഉപയോഗിച്ചാൽ മതി. കറക്റ്റായിട്ട് എന്ത് ചെയ്യും, വണ്ടി നിൽക്കും. പ്രത്യേകിച്ച് കാറുകളൊക്കെ ആകുമ്പോൾ, ജീപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇച്ചിരി നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ പ്രസ് ചെയ്യേണ്ടി വരും. അപ്പം ഈ കാർ ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു പേപ്പർ രീതിയിൽ നമ്മൾ വെച്ചാൽ മതി. ഒരു 3 പേപ്പർ അല്ല 4 പേപ്പറിനനുസരിച്ച് മാത്രം എന്ത് ചെയ്താൽ മതി. ഈ പ്ലേ ചെന്നൊന്ന് മുട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് വണ്ടി നിൽക്കും. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് കാല് വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉപ്പൂറ്റി പൊക്കിക്കൊണ്ട് ഒരു കാരണവശാലും വെക്കരുത്. ഉപ്പൂറ്റി നമ്മുടെ താഴെ തറയിൽ ഉറപ്പിച്ച് വെച്ചോണ്ട് ബ്രേക്കിൽ ഈ ഇത്തണത്തിൽ. അപ്പം നിങ്ങൾ ബ്രേക്കിൽ എങ്ങനെയാണ് മേളത്തെ ഭാഗം എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് വെച്ചാൽ, ചിലർക്ക് നീളം ഇല്ലാത്തതുകൊണ്ട് പലരും എന്ത് ചെയ്യും, ഈ വിരലും കൊണ്ട് ചവിട്ടും. പക്ഷേ ഈ വിരലും കൊണ്ട് ചവിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ബ്രേക്കിൽ കിട്ടാത്തത്. വിരലും കൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ബ്രേക്ക് ചവിട്ടരുത്. കറക്റ്റായിട്ട് നമുക്ക് എത്രയും കൊടുക്കണമെന്നോ എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് തന്നെ നമുക്കൊരു ഇതില്ലാതായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേടിച്ച് എന്ത് ചെയ്യും, നിങ്ങൾ പൊക്കി തന്നെ ചവിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് വിരലിലല്ല വെക്കേണ്ടത്, നമ്മൾ ആ കഴുത്തിന്റെ ഭാഗം കണ്ടില്ല, ജോയിൻസിന്റെ ഭാഗം, വിരലിന്റെ താഴെയായിട്ട് ആ ജോയിൻസിന്റെ ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ബ്രേക്കിൽ ഉപയോഗിക്കാം. കറക്റ്റായിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ. അപ്പം നമ്മൾ നേരെ നോക്കി ആദ്യം നിങ്ങൾ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയെ കയറി ഇരുന്നിട്ട് എന്ത് ചെയ്യാം, താഴെ ഉപ്പൂറ്റി ഉറപ്പിച്ചുകൊണ്ട്. കാരണം നമ്മൾ തുടക്കമൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ എത്താത്ത ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. കാരണം ചില ചെരുപ്പുകൾ ഉടക്കുന്നതായിട്ട് തോന്നും, ചില നമുക്ക് കാല് കറക്റ്റായിട്ട് എത്തുമോ, ഇവിടെ തന്നെ കറക്റ്റായിട്ട് വെച്ചപ്പിടി നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നമ്മളിങ്ങനെ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു ബാലൻസ് കിട്ടും. അപ്പോൾ ബാലൻസ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ എന്ത് ചെയ്യും, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാല് അങ്ങനെ തന്നെ വരും. അപ്പം നിങ്ങളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്യും, നിങ്ങൾ വീണ്ടും ഈ പഴയ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യും. അപ്പം നിങ്ങൾ നിർത്തിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാലിൻ്റെ വഴക്കം വന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതേ രീതി ചെയ്യുക. അപ്പോൾ ഉപ്പൂറ്റി ഉറപ്പിച്ചു, നിങ്ങളുടെ കഴുത്തിന്റെ ഭാഗം കൊണ്ട് എന്ത് ചെയ്യുക, ബ്രേക്കിൽ ആ പ്ലേ ഇങ്ങനെ എന്ത് ചെയ്യുക, ചവിട്ടി പിടിക്കുക. ഇതുണ്ടല്ലേ, ഈ ഒരു രീതിയിൽ വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് ജെർക്കിങ് ഇല്ലാതെ ഒരു വാഹനം കറക്റ്റായിട്ട് നിർത്താൻ പറ്റത്തുള്ളൂ. കണ്ടില്ല, എന്നിട്ട് ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ബ്രേക്കിൽ കാല് വയ്ക്കും. അതാണ് നമ്മുടെ ഉപ്പൂറ്റി ഉറപ്പിച്ചു. ഈ ഒരു രീതിയിൽ ഇങ്ങനെ വിരലും കൊണ്ട് എന്ത് ചെയ്യരുത്, ഇങ്ങനെ ചവിട്ടരുത്. ഇങ്ങനെ കയറ്റി നമുക്ക് ഈ ഒരു കഴുത്തിന്റെ ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ബ്രേക്കിൽ ഉപയോഗിക്കാൻ. ഇപ്പം ഇത് കണ്ടില്ല, പ്ലേ കണ്ടില്ല, ഈ പ്ലേ ചെന്ന് മുട്ടിയാൽ മതി. ഇത് കണ്ട കറക്റ്റായിട്ട് ഈ പ്ലേ ചെന്ന് മുട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ബ്രേക്ക് ആകും. അല്ലാതെ ഇങ്ങനെ ഇത്രയും ബ്രേക്ക് ഉണ്ടെന്ന് എന്ത് ചെയ്യരുത്, ഇങ്ങനെ ചവിട്ടി താക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇങ്ങനെ പൊക്കി ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഇങ്ങനെ നിങ്ങൾ ചവിട്ടുന്നതുകൊണ്ടാണ് എന്ത്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബ്രേക്ക് എവിടെയാണെന്നും ആക്സിലേറ്റർ എവിടെയാണെന്നും നിങ്ങൾക്ക് ഒരു ബോധ്യമില്ലാത്ത നിങ്ങൾ കിടന്ന് തപ്പുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാരണവശാലും എന്ത് ചെയ്ത് ഇങ്ങനെ വെക്കുന്നതുകൊണ്ടാണ് ജെർക്കിങ് ഉണ്ടാകുന്നതും. ഈ താഴെ ഉപ്പൂറ്റി ഉറപ്പിച്ചുകൊണ്ട് ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാം, നിങ്ങൾ ബ്രേക്കിൽ കറക്റ്റായിട്ട്
കാല് വെച്ച് വാഹനം നിർത്താൻ സ്മൂത്തായിട്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് നിർത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത് വ്യക്തമായി നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ